ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ ഇത് മാറ്റങ്ങൾ കുത്തൊഴുക്കിന്റെ കാലമാണ്. നിങ്ങൾക്കറിയാം 485 വിസ, സ്റ്റുഡന്റ് വിസയിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോയിന്റ് ടെസ്റ്റ് സിസ്റ്റത്തിലും മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന് കാണാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സ്കിൽഡ് മൈഗ്രേഷന്റെ പോയിന്റ് സിസ്റ്റത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളുടെ എല്ലാം അടിസ്ഥാനം 2024 ഏപ്രിലിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത ഒരു ഡിസ്കഷൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. റിവ്യൂ ഓഫ് ദി പോയിന്റ് ടെസ്റ്റ് എന്ന ഡിസ്കഷൻ പേപ്പർ ഹോം അഫയേഴ്സ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ എല്ലാം അടിസ്ഥാനം പുതിയ ഗവൺമെന്റ് 2023 നടത്തിയ ഒരു മൈഗ്രേഷൻ റിവ്യൂ ആണ്. മൈഗ്രേഷൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് മൈഗ്രേഷന്റെ കണ്ടീഷൻ എന്താണ്, അതിന്റെ ഡ്രോബാക്സ്, അതിന്റെ ഇംപ്രൂവ്മെന്റ് ഏരിയാസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറെ ഡിസ്കഷൻ ആയിരുന്നു മൈഗ്രേഷൻ റിവ്യൂവിൽ കണ്ടിരുന്നത്. അതിൽ 8 കീ ഏരിയാസ് ഓഫ് ആക്ഷൻ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 25 ഏരിയാസ് ഓഫ് ഫ്യൂച്ചർ റിഫോമും അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കീ ഏരിയ ഓഫ് റിഫോം പോയിന്റ് ടെസ്റ്റ് സിസ്റ്റം തന്നെയായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, കറന്റ് സ്കിൽഡ് മൈഗ്രേഷൻ പോയിന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ലൈക്ക് ഏജ്, സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, പാർട്ട്ണർ സ്കിൽസ്, ഓസ്ട്രേലിയൻ സ്റ്റഡി, സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയ, പ്രൊഫഷണൽ ഇയർ ഇൻ ഓസ്ട്രേലിയ, റീജിയണൽ സ്റ്റഡി, ക്രെഡൻഷ്യൽസ്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ്, സ്റ്റേറ്റ് ഓർ റീജിയണൽ നോമിനേഷൻ തുടങ്ങിയവയാണ് അവയെല്ലാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഏതെല്ലാം ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ്സ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി ആ ഫാക്ടേഴ്സിൽ ഏതെല്ലാം ഫാക്ടേഴ്സിലാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു ഫാക്ടറായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റിയത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓവർസീസ് വർക്ക് എക്സ്പീരിയൻസിന് കൂടുതൽ വെയിറ്റേജ് ലഭിക്കും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടു വിധത്തിലുണ്ടത്. ഓവർസീസ് വർക്ക് എക്സ്പീരിയൻസ് പലപ്പോഴും അതിൻ്റെതായ വെയിറ്റേജ് കിട്ടാറില്ല. ഓസ്ട്രേലിയയിൽ ഉള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ വെയിറ്റേജ് ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് പലരും ഇവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ചിട്ട് അവർക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുകയും ആ പഠനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, പഠിച്ചാൽ പോയിന്റ്സ് കിട്ടും, ഇവിടെ വർക്ക് ചെയ്താൽ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് അവരുടെ പോയിന്റ്സ് കോംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ് പലരും ഇവിടെ ഒന്ന് പഠിക്കാനും പിന്നീട് ഒരു ജോലിയിൽ പ്രവേശിക്കാനും പിന്നീട് ഒരു മൈഗ്രേഷനായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇനി മുതൽ ഓവർസീസ് വർക്ക് എക്സ്പീരിയൻസിന് കൂടുതൽ വെയിറ്റേജ് ലഭിക്കും. അത് എത്രമാത്രമാണ് വെയിറ്റേജ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ് അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യത. അടുത്ത ഏരിയ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏജ് എന്ന ഫാക്ടറിന് കൊടുക്കുന്ന വെയിറ്റേജ് ആണ്, അല്ലെങ്കിൽ പോയിന്റ്സിൽ വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കറന്റ് സിസ്റ്റം അനുസരിച്ച് 40 വയസ്സ് ഒരാൾക്ക് 39 വയസ്സായാളുടെ ഏകദേശം പകുതിയോളം പോയിന്റ്സ് ലഭിക്കും. പക്ഷേ ഇനി അതിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു പുതിയ അപ്രോച്ച്, അതിനെ കനേഡിയൻ സ്ലൈഡിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത്. ആ ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ കനേഡിയൻ സ്ലൈഡിംഗ് സ്കെയിലിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കാനഡ അതിന്റെ പോയിന്റ് ഏജിനുള്ള പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഓസ്ട്രേലിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിങ്ങൾക്കിപ്പോൾ ഈ സ്കെയിൽ അല്ലെങ്കിൽ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 35 വയസ്സ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ 40 വയസ്സ് വരെ ഏകദേശം ഒരേ ലെവലിലാണ് പോയിന്റ്സ് ഉള്ളത്. പക്ഷെ ഇനി കാനഡ താഴെ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ കാനഡ 30 വയസ്സ് കഴിയുന്നതോടെ ഇങ്ങനെ സ്റ്റേഴ്സ് പോലെ സ്ലൈഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ടെസ്റ്റ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് ആയിരിക്കും ഈ ഏജിന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അപ്രോച്ച് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പോയിന്റ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് IELTS അല്ലെങ്കിൽ PTA അല്ലെങ്കിൽ തുടങ്ങിയ ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ റിസൾട്ടിന് കൊടുക്കുന്ന ഒരു വെയിറ്റേജ്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തതുകൊണ്ട് കറന്റ് സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ് സ്കോർസ് വിൽ കണ്ടിന്യൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, സുപ്പീരിയർ ഇംഗ്ലീഷ് ഉള്ളവർക്ക് മൈഗ്രേഷനിൽ മുൻഗണന ലഭിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂ സൗത്ത് വെയിൽസ് അവർ സുപ്പീരിയർ ഇംഗ്ലീഷ് ഉള്ളവർക്കാണ് മുൻഗണന നൽകുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന വെയിറ്റേജിൽ വരാൻ പോകുന്ന മാറ്റമാണ് അടുത്ത വലിയൊരു മാറ്റമായിട്ട് ഈ പേപ്പറിൽ പറയുക. PhD ഹോൾഡേഴ്സിന്, ബാച്ചിലർ ഡിഗ്രി ഹോൾഡേഴ്സിനെ കാട്ടിയും വളരെ കൂടുതലായിട്ട് ഹയർ പോയിന്റ്സ് അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് തന്നെയാണ് സൂചന. മാസ്റ്റർ ഡിഗ്രിയെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതായത്
ബാച്ചിലർ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും തമ്മിൽ വലിയ പോയിന്റ്സിന്റെ ഡിഫറൻസ് ഒന്നും കാണില്ല. ഓൾറെഡി ഒരു പോയിന്റ്സിന്റെ ഡിഫറൻസും ഇല്ല. പക്ഷേ മാസ്റ്റർ ഡിഗ്രിയും നിങ്ങൾക്കറിയാമല്ലോ, ബാച്ചിലർ ഡിഗ്രിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പഠനത്തിലും പഠനത്തിന്റെ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷനിലും. പക്ഷേ മാസ്റ്റർ ഡിഗ്രിയും ബാച്ചിലർ ഡിഗ്രിയും തമ്മിലുള്ള പോയിന്റ്സിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ PhD ഉള്ളവർക്ക് അത് മാസ്റ്റർ ഡിഗ്രിയോ ബാച്ചിലർ ഡിഗ്രിയോ ഉള്ളവരെക്കാട്ടും കൂടുതൽ ഹയർ അഡ്വാൻറ്റേജ് ലഭിക്കും എന്നതാണ് സൂചന. മാസ്റ്റർ ഡിഗ്രിയെ കുറിച്ച് പ്രത്യേകം പറയാത്തതുകൊണ്ട് തന്നെ മാസ്റ്റർ ഡിഗ്രി ബാച്ചിലർ ഡിഗ്രിയോടൊപ്പം തന്നെ നിർത്തിയിട്ടാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് PhD ഹോൾഡേഴ്സിന് ഗവൺമെന്റ് ഇത്രമാത്രം വെയിറ്റേജ് കൊടുക്കാൻ സാധ്യത എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാന കണക്കുകളാണ്. ബാച്ചിലർ ഡിഗ്രി ഹോൾഡറും PhD ഡിഗ്രി ഹോൾഡറും തമ്മിൽ 10 വർഷത്തെ സാലറി എടുത്തു കഴിഞ്ഞാൽ 20% ഡിഫറൻസ് ഉണ്ടാവും എന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഏൺ ചെയ്യുന്നു, അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്നു എന്നിങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് PhD-ക്കാരെ പ്രിഫർ ചെയ്യാനും അവർക്ക് കൂടുതൽ പോയിന്റ്സ് കൊടുക്കാനുള്ള സാധ്യതയായിട്ട് കാണുന്നത്. ICT എഞ്ചിനീയറിംഗ് അക്കൗണ്ടിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് PYP അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇയർ പ്രോഗ്രാം ഉപയോഗിക്കുകയും സ്കിൽഡ് മൈഗ്രേഷനിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കൂട്ടർ. കാരണം അവർക്ക് 5 പോയിന്റ് ഈ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ ക്ലെയിം ചെയ്യാം. പക്ഷേ ഇനി അത് മൈഗ്രേഷൻ പോയിന്റ് സിസ്റ്റത്തിൽ നിന്ന് എടുത്തു കളയാനാണ് സാധ്യത. ഒന്ന്, വളരെ എക്സ്പെൻസീവ് ആണ്. 2, ഇതിനെക്കൊണ്ട് വലിയ ഉപയോഗം ഒന്നുമില്ല എന്നാണ് പുതിയ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം സ്ക്രാപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിലോ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 5 വർഷം വാലിഡ് ആയതുകൊണ്ട് 5 വർഷം ഒരു ട്രാൻസിഷൻ പീരീഡ് കൊടുക്കണമെന്ന് പൊതുവേ ഒരു നിർദ്ദേശമുണ്ട്. പക്ഷേ ഗവൺമെൻറ് എത്രമാത്രം അതിലേക്ക് ചെവി കൊടുക്കുമെന്ന് നമ്മൾക്കറിയില്ല. PYP പ്രോഗ്രാമിനെ പോലെ തന്നെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു പോയിന്റ് ഫാക്ടറാണ് ക്രെഡൻഷ്യൽഡ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് പോയിന്റ്സ് എന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ നാറ്റി എക്സാം പാസ്സായി കഴിഞ്ഞാൽ 5 പോയിന്റ് എക്സ്ട്രാ മൈഗ്രേഷൻ പോയിന്റ്സിലേക്ക് 5 പോയിന്റ് എക്സ്ട്രാ നമുക്ക് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡിബേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് പോയിന്റ് എന്നുള്ളത് ഇനി സ്ക്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. നാറ്റി എക്സാമിന് ബുക്ക് ചെയ്തവർക്ക് ഒരു പക്ഷേ അത് ഉപയോഗപ്പെടുമെന്ന് യാതൊരു വക ഗ്യാരണ്ടിയും കിട്ടാൻ സാധ്യതയില്ല. പാർട്ട്ണർ പോയിന്റ്സ് കൊടുക്കുന്ന വെയിറ്റേജ് ആണ് വലിയൊരു മാറ്റമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓൾറെഡി ഒരു ആപ്ലിക്കൻറ്റിന് തൻ്റെ പാർട്ട്ണറിന് സ്കിൽ അസസ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ്. കോമ്പറ്റൻ്റ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ 10 പോയിന്റ്സ് ആപ്ലിക്കൻറ്റിന് പാർട്ട്ണറുടെ പേരിൽ ക്ലെയിം ചെയ്യാം. പക്ഷേ ആ ഒരു വെയിറ്റേജ് ഇനി മുതൽ കൂടുതലായിരിക്കും. ഓൾറെഡി പല സ്റ്റേറ്റുകളും സ്കിൽഡ് പാർട്ട്ണറുള്ളവർക്ക്, അതായത് സ്കിൽ അസസ്മെൻറ്റ് നടത്തുകയും കോമ്പറ്റൻ്റ് ഇംഗ്ലീഷുള്ള പാർട്ട്ണറുള്ള ആപ്ലിക്കൻറ്റിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ ആ ഒരു വെയിറ്റേജിൽ വരാവുന്ന മാറ്റമാണ്. അതായത് ആ വെയിറ്റേജ് ഇനി കൂടുതലായിട്ട് പരിഗണിക്കപ്പെടും എന്നാണ് സൂചന. അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും: ആപ്ലിക്കൻറ്റിൻ്റെ പാർട്ട്ണർ സ്കിൽ അസസ്മെൻറ്റ് നടത്തുകയും കോമ്പറ്റൻ്റ് ഇംഗ്ലീഷ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് കൂടുതൽ വെയിറ്റേജ് ലഭിക്കും. ഒപ്പം തന്നെ ഇനി സ്കിൽ അസസ്മെൻറ്റ് നടത്തിയിട്ടില്ല, പക്ഷേ അവർക്ക് ആപ്ലിക്കൻ്റ് പാർട്ട്ണറിന് സ്കില്ല് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അവർക്ക് നല്ലൊരു റിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു വെയിറ്റേജ് ആയിട്ട് കൊടുക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ആപ്ലിക്കൻ്റ് ആണ്, അതായത് സിംഗിളായിട്ട് നിൽക്കുന്ന ആപ്ലിക്കൻ്റ് ആണ്. ബീങ് എ സിംഗിൾ വിൽ ബി എ ഡിസഡ്വാൻറ്റേജ് ഇൻ ഫ്യൂച്ചർ. കറന്റ് പോയിന്റ് സിസ്റ്റം അനുസരിച്ച് പാർട്ട്നേഴ്സ് ക്വാളിഫിക്കേഷൻ, പാർട്ട്ണർ സ്കിൽസ് നോക്കുന്നത് ആ ഭാഗത്ത് സിംഗിൾ എന്ന സ്റ്റാറ്റസ് ആണെങ്കിൽ അവർക്ക് 10 പോയിന്റ്സ് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉള്ളവർക്ക് വളരെ കഷ്ടപ്പെട്ടാണ് അവർക്ക് 10 പോയിന്റ്സ് ലഭിക്കുക. അവർക്ക് സ്കിൽ അസസ്മെൻറ്റ് നടത്തണം, അവർക്ക് കോമ്പറ്റൻ്റ് ഇംഗ്ലീഷ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ ദർ ഈസ് എൻ അൺഫെയർനെസ്. അപ്പോൾ ഈ ഒരു അൺഫെയർനെസ് എടുത്ത് മാറ്റാനാണ് ഗവൺമെൻറ് ശ്രമിക്കുക. മാത്രമല്ല, ഇപ്പോൾ സിംഗിളായിട്ടുള്ള ആപ്ലിക്കൻറ്റിന് അവർക്ക് വിസ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുന്നത് വരെ സിംഗിളായിട്ട് തുടരേണ്ട ഒരു ഗതികേടും കൂടിയുണ്ട്. അതിനുശേഷം അവർ ഉടനെ മാരേജ് നടത്തുമാറുണ്ട്. അപ്പോൾ അത് വിസ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ആപ്ലിക്കേഷനിൽ മാത്രമുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ, ആപ്ലിക്കേഷൻ സമയത്ത് മാത്രമുള്ള ഡിഫറൻസ് ഉള്ളൂ. ഇൻ ഇഫക്റ്റ് ദർ ഇസ് നോ ഡിഫറൻസ്. അപ്പോൾ ആ ഒരു ഇൻഡിഫറൻസും അല്ലെങ്കിൽ അൺഫെയർനെസ് ഒക്കെ എടുത്തു കളയാനാണ് ഈ സിംഗിൾ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന അഡ്വാൻറ്റേജ് ഇനി മുതൽ എടുത്തു മാറ്റാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഈ മാറ്റങ്ങൾ ജൂലൈ 2024 മുതലാണ് പ്രാബല്യത്തിൽ വരാൻ സാധ്യത. ഇതിന് ട്രാൻസിഷൻ പീരീഡ് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡൗൺ സൈഡ്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സമീപനം ഇപ്പോൾ അങ്ങനെയാണ്. 485 വിസ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്ന മാറ്റങ്ങൾക്കൊന്നും ട്രാൻസിഷൻ പീരീഡോ ഒന്നും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചിന് നമ്മൾക്ക് ട്രാൻസിഷൻ പീരീഡ് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
എങ്കിലും നിങ്ങളുടെ കൺസേൺ ഗവൺമെൻറ് അറിയിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ എത്തുകയും പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്കഷൻ പേപ്പറിനെ കുറിച്ചുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊപ്പം ഒരു സബ്മിഷൻ ഫോമും അതിൽ കൊടുത്തിട്ടുണ്ട്. മെയ് 24 വരെയാണ് സബ്മിഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയപരിധി. എൻ്റെ പേര് ഗ്ലാഡ്വിൻ, രജിസ്റ്റർഡ് മൈഗ്രേഷൻ ഏജൻറ്റ് അറ്റ് ഫ്രാൻസ്വിക് മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ്. You can contact me on mobile, WhatsApp or email. Thank you for watching.